റിയൽ എസ്റ്റേറ്റ് വ്യവസായി മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയുടെ തിരോധാന കേസിൽ ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം ഇന്ന് അന്വേഷണം തുടങ്ങും. ക്രൈംബ്രാഞ്ച് കോഴിക്കോട് റേഞ്ച് IGP പ്രകാശിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഇന്നലെയാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ഉത്തരവിറക്കിയത്. കൂടുതൽ വിവരങ്ങൾ കോഴിക്കോട് നിന്ന് റിയാസ് KMR നൽകും. റിയാസ്, ഇപ്പോൾ ഈ ക്രൈംബ്രാഞ്ച് ഏത് രീതിയിൽ ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്? ലിബീഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ മാമി തിരോധാന കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇത് സംബന്ധിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തെ ഉൾപ്പെടെ രൂപീകരിച്ച് ഉത്തരവ് വന്നിരിക്കുന്നത്. എന്തായാലും കാര്യക്ഷമതയുള്ള, നേരത്തെ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥരെ തന്നെയാണ് മാമി തിരോധാന കേസ് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് നിയോഗിച്ചിരിക്കുന്നത്. അതായത് ക്രൈംബ്രാഞ്ച് കോഴിക്കോട് റേഞ്ച് IGP പ്രകാശിന്റെ മേൽനോട്ടത്തിൽ ഈ സംഘം പ്രവർത്തിക്കുമ്പോൾ അതിന് നേതൃത്വം നൽകുന്നത് പ്രേമനാണ്. നമുക്കറിയാം, കേരള പോലീസിൽ അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് ക്രൈംബ്രാഞ്ചിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ലോക്കൽ പോലീസിൽ അദ്ദേഹം നടത്തിയ അന്വേഷണങ്ങൾ, അത് നിരവധിയായ കേസുകൾ തെളിയിച്ച ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. സബ് ഇൻസ്പെക്ടറായും പിന്നീട് ഇൻസ്പെക്ടറായും പിന്നീട് DYSP ആയിരിക്കുമൊക്കെ നിരവധിയായ കേസുകൾ തെളിയിച്ച ഒരു ഉദ്യോഗസ്ഥനാണ് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് DYSP പ്രേമൻ. ഒപ്പം അദ്ദേഹത്തെ സഹായിക്കാനുള്ള മറ്റുദ്യോഗസ്ഥർ കോഴിക്കോട്, വയനാട് ക്രൈംബ്രാഞ്ച് യൂണിറ്റുകളിലെ ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർമാരായിട്ടുള്ള CS ഷാരോൺ, R രതീഷ് കുമാർ, P അഭിലാഷ്, CB തോമസ് എന്നിവരാണ്. കോഴിക്കോട് SP-യും ക്രൈംബ്രാഞ്ച് SP-യും ഈ സംഘത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും അവർ ഇന്നാണ് അന്വേഷണം തുടങ്ങുന്നത്. ആദ്യം ഈ നടക്കാവ് പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. അതിൻ്റെ വിശദാംശങ്ങളാണ് ഇന്ന് ക്രൈംബ്രാഞ്ച് സംഘം ശേഖരിക്കുക. അതിനുശേഷമായിരിക്കും മുഹമ്മദ് ആട്ടൂരിൻ്റെ കുടുംബാംഗങ്ങളെയും ഒപ്പം തന്നെ സഹപ്രവർത്തകരുടെയും എല്ലാം തന്നെ മൊഴി രേഖപ്പെടുത്തുക. രേഖപ്പെടുത്തി ആ രീതിയിലായിരിക്കും അന്വേഷണം പോവുക. 1 വർഷം മുൻപാണ് മുഹമ്മദ് ആട്ടൂരിനെ അരയിടത്ത് പാലത്ത് വെച്ച് കോഴിക്കോടിൻ്റെ നഗരഹൃദയത്തിൽ വെച്ച് കാണാതാകുന്നത്. എന്നാൽ അദ്ദേഹത്തെ കാണാതായത് സംബന്ധിച്ച ഒരു CCTV ദൃശ്യം പോലും ശേഖരിക്കാൻ ലോക്കൽ പോലീസ് നടത്തിയ അന്വേഷണത്തിന് സാധിച്ചിരുന്നില്ല. പിന്നീട് ADGP MR അജിത് കുമാർ ഇടപെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. മലപ്പുറം SP ആയിരുന്ന S ശശിധരന്റെ നേതൃത്വത്തിലായിരുന്നു ആ അന്വേഷണ സംഘം. ആ അന്വേഷണ സംഘവും കാര്യമായ പുരോഗതി ഇല്ലാത്തതിനെ തുടർന്ന് CBI അന്വേഷണം ആവാമെന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അത് പരിഗണിക്കാമെന്ന നിർദ്ദേശം വെച്ചുകൊണ്ടുള്ള സമർപ്പിക്കുകയാണ് ഉണ്ടായത്. ഈ കുടുംബം, മുഹമ്മദ് ആട്ടൂരിന്റെ കുടുംബം തുടക്കത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. പിന്നീട് അവർ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകുകയും ആ ഹർജി കോടതി കഴിഞ്ഞ ദിവസം പരിഗണിച്ചു. പിന്നീട് ഒക്ടോബർ 1 അത് വിശദമായി വാദം കേൾക്കാനായി മാറ്റിയിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിക്കുകയും ഇന്നു മുതൽ അന്വേഷണം തുടങ്ങുകയും ചെയ്യുന്നത്. ലബീഷ്, റിയാസ്, PV അൻവർ ഈ ആരോപണം ഉന്നയിച്ചതോടുകൂടിയാണ് മാമി കേസ് വീണ്ടും സജീവമായത്. പക്ഷെ അതിന് വളരെ മുൻപ് തന്നെ റിയാസ് ഈ കേസിന്റെ എല്ലാ ഘട്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. കുടുംബത്തിന്റെ ആവശ്യമടക്കം റിയാസ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചു. അത് അധികാരികളുടെ മുന്നിലേക്ക് എത്തിക്കാൻ റിയാസിന് കഴിഞ്ഞിരുന്നു. കുടുംബം ഇപ്പോഴത്തെ ഈ അന്വേഷണത്തിൽ തൃപ്തരാണോ? ക്രൈംബ്രാഞ്ച് അന്വേഷണം വരുന്നതിനെ കുടുംബം സന്തോഷത്തോടുകൂടി തന്നെയാണ് സ്വാഗതം ചെയ്യുന്നത്. കുടുംബം ആവശ്യപ്പെട്ട ഒരു കാര്യം, ക്രൈംബ്രാഞ്ചിനെ അന്വേഷണം ഏൽപ്പിച്ചു എന്ന് അറിഞ്ഞ ഘട്ടത്തിൽ തന്നെ കുടുംബം ആവശ്യപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള സത്യസന്ധരും നിഷ്പക്ഷരുമായ ഉദ്യോഗസ്ഥരായിരിക്കണം ഇത് അന്വേഷിക്കുന്നത് എന്നുള്ളതാണ്. കാരണം നേരത്തെ അന്വേഷിച്ച ലോക്കൽ പോലീസിനെ സംബന്ധിച്ചും പിന്നീട് ഈ കേസ് അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘത്തെക്കുറിച്ചുമെല്ലാം തന്നെ ആക്ഷേപങ്ങൾ വ്യാപകമാണ്. അതിൽ കുടുംബത്തിന് നീരസമുണ്ട്. അവർ ഈ 2 അന്വേഷണ സംഘത്തിലും അവിശ്വാസം പ്രകടിപ്പിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതേ സമയത്ത് തന്നെ PV അൻവർ MLA ഈ അന്വേഷണ സംഘത്തിനെതിരെ ADGP MR അജിത് കുമാറിനെതിരെ ഈ മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഇതെല്ലാം കണക്കിലെടുത്താണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ കേരള വിഷൻ ന്യൂസ് ഇതുമായി ബന്ധപ്പെട്ട് ഈ കുടുംബത്തിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് മറ്റു ഒരു മാധ്യമം പോലും അത് ശ്രദ്ധിക്കുന്നതിന് മുൻപേ തന്നെ നമുക്ക് ആ കുടുംബത്തിന്റെ നീതി ഉറപ്പാക്കാനുള്ള ഇടപെടൽ നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. തുടക്കം മുതൽ തന്നെ അതിന്റെ ഒരു ഇടപെടൽ നടത്തുന്നു. അതിന്റെ ഒരു നൈരന്തര്യമായി ഇപ്പോഴും നമ്മൾ ആ വാർത്ത നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഏതറ്റം വരെ ഈ കേസ് പോകുമോ അത്രയും അറ്റം, അതായത് കുടുംബത്തിന് അർഹമായ നീതി ലഭിക്കുന്നത് വരെ, ആരാണോ ഇതിന്റെ കുറ്റവാളിയായിട്ടുള്ള വ്യക്തികൾ അവരെ നിയമത്തിനെത്തിക്കുന്നത് വരെ കൃത്യമായ രീതിയിൽ പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമല്ലെന്ന ആരോപണം വന്നതിനെ തുടർന്ന് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിനെ നിയോഗിച്ചിരിക്കുന്നു. ആ അന്വേഷണ സംഘത്തിന് ഈ കേസ് തെളിയിക്കാൻ കഴിയട്ടെ. അതുവരെ നമ്മളും ഈ കുടുംബത്തിന്റെ നീതിക്കൊപ്പം ഉണ്ടാകും. ലിബീഷ്, ശരി. റിയാസ്, കോഴിക്കോട്ടെ മുഹമ്മദ് ആട്ടൂർ എന്ന മാമി എവിടെയെന്ന ചോദ്യത്തിന് ക്രൈംബ്രാഞ്ചിനെങ്കിലും ഉത്തരം കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം.